ചിലർ ചിലർ എനിക്ക് ധാരാളം തലമുടിയുണ്ട്, പക്ഷേ എന്ത് പ്രയോജനം? 20 വയസ്സായപ്പോൾ മുതൽ അവിടിവിടെ നരയ്ക്കാൻ തുടങ്ങി. 40 വയസ്സായപ്പോഴേക്കും ഞാൻ ആടിനെ പോലെ നരച്ചുപോയി. എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ എന്ന്. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. നര കൊണ്ട് തൃപ്തിയില്ലെങ്കിൽ ഹെയർ ഡൈ മാത്രമാണ് ആശ്രയം. തലമുടി നരയ്ക്കുന്നത് പരമ്പരാഗതമാണ്. നമ്മുടെ ജീൻസാണ് നാം എപ്പോൾ നരയ്ക്കണമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പനെയും അമ്മയെയും കുറ്റം പറയാൻ ഒരു കാരണം കൂടിയായി എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവാം. എങ്കിലും നരയുടെ ഫിസിയോളജി അല്പം പറയാം. നമ്മുടെ തലമുടിക്ക് 2 ഭാഗങ്ങളുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന തലമുടിയുടെ ഷാഫ്റ്റാണ്. തൊലിക്കകത്ത് തലമുടിയുടെ ഒരു ഭാഗമുണ്ട്, റൂട്ട്സ്. സ്കിന്നിന്റെ അല്പം താഴെ ഒരു ട്യൂബിനകത്താണ് റൂട്ട്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ഹെയർ ഫോളിക്കിൾസ് എന്ന് പറയും. ഹെയർ ഫോളിക്കിൾസിനകത്തുള്ള ഒരു പ്രത്യേകതരം സെൽസാണ് മെലനോസൈറ്റ്സ്. ഈ മെലനോസൈറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ചായം, പിഗ്മെന്റ് ആണ് മെലനിൻ. ഈ മെലനിനാണ് നമ്മുടെ തലമുടിക്ക് കറുത്ത നിറം നൽകുന്നത്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും എന്ന പോലെ മെലനോസൈറ്റ്സിനും പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രവർത്തനശേഷി നശിക്കും. ഇങ്ങനെ പിഗ്മെന്റ് പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് തലയിൽ നര പ്രത്യക്ഷപ്പെടുന്നത്. നര അനാരോഗ്യത്തിന്റെ ലക്ഷണമല്ല, നോർമൽ ഏജിംഗ് പ്രോസസ്സിന്റെ ഭാഗം മാത്രമാണ്. വളരെ വളരെ അപൂർവമായി തൈറോയിഡ് ഡിസീസസ് ബാധിക്കുന്നത് മൂലമോ ചില പ്രത്യേക അനീമിയകൾ കൊണ്ടോ വൈറ്റമിൻ B12 കുറവ് കൊണ്ടോ അകാല നര പ്രത്യക്ഷപ്പെട്ടേക്കാം. ത്വക്കിന്റെ ചില ഭാഗങ്ങളിൽ മെലനോസൈറ്റ്സിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുമ്പോഴാണ് വിറ്റലൈഗോ അഥവാ വെളുപ്പുദീനം ഉണ്ടാകുന്നത്. കൂടുതൽ പിഗ്മെന്റ് ഉണ്ടാക്കുവാൻ മെലനോസൈറ്റ്സിനെ സഹായിക്കുന്ന ഒരു ചികിത്സയും നമ്മുടെ കൈവശം ഇന്നില്ല. മനോവിഷമം കൊണ്ട് തല നരയ്ക്കുമോ? ഇതിന് യാതൊരു തെളിവുമില്ല. നമ്മുടെ കുട്ടികൾ നമുക്ക് നരയുണ്ടാക്കി തരുന്നു എന്ന് പരിഭവിക്കുന്നതിനേക്കാൾ ആ കുട്ടികളുടെ മുത്തച്ഛനോ മുത്തച്ഛിയോ ആണ് നമ്മുടെ നരയുടെ കാരണക്കാരെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തലമുടി മുഴുവൻ നരയ്ക്കുവാൻ സാധിക്കുമോ? ശാസ്ത്രദൃഷ്ട്യാ അത് സാധ്യമല്ലെന്ന് വേണം പറയുവാൻ. പുറത്തു വന്നു കഴിഞ്ഞ തലമുടിക്ക് തനിയെ നിറം മാറ്റുക സാധ്യമല്ല. തന്റെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയായി തീർന്ന സെയിന്റ് തോമസ് മോറിന്റെ തലമുടി മരണശിക്ഷയുടെ തലേ ദിവസം രാത്രി കൊണ്ട് മുഴുവൻ നരച്ചുപോയി എന്ന് ചില സഭാ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അതൊരു മിറക്കിളായിരുന്നിരിക്കണം. എന്നാൽ ലക്ഷത്തിലധികം രോഗികളെ എന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ മാത്രമേ ഒരാളുടെ തലമുടി ദിവസങ്ങൾക്കകം നരയ്ക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളൂ. 40 വയസ്സിനോടടുത്ത് പ്രായമുള്ള ഐറിഷ് വംശജനായ ഒരു അമേരിക്കക്കാരൻ രോഗി ഒരിക്കൽ എന്നെ വന്ന് കണ്ടു പറഞ്ഞു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയാളുടെ തലമുടി മുഴുവൻ നരച്ചുപോയെന്ന്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഈ രോഗിയെ കണ്ടിരുന്നതുകൊണ്ട് അയാൾ പറയുന്നത് സത്യമാണെന്ന് എനിക്കും ബോധ്യമായി. ഏതായാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി തേടാമെന്ന് കരുതി യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ 30-35 വർഷക്കാലം ഡെർമറ്റോളജി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫസറുടെ അടുക്കിലേക്ക് ഈ രോഗിയെ കൺസൾട്ടേഷന് ഞാൻ അയച്ചു. പിറ്റേ ദിവസം പ്രൊഫസർ എന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ രോഗിക്ക് അലപ്പേഷ്യ എറിയേറ്റ എന്ന് പറയുന്ന അപൂർവ രോഗത്തിന്റെ വളരെ അപൂർവമായൊരു പ്രസന്റേഷനാണ് ഉള്ളതെന്ന്. അയാളുടെ തലമുടി പെട്ടെന്ന് നരച്ചതല്ല, രോഗം മൂലം ഉണ്ടായിരുന്ന കറുത്ത തലമുടികളെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞുപോയി. നരച്ച മുടികൾ മാത്രം അവശേഷിച്ചതുകൊണ്ട് പെട്ടെന്ന് നരച്ചതായി തോന്നുന്നു ആണെന്ന് പ്രൊഫസർ വിശദീകരിച്ചു. അങ്ങനെ എന്റെ അത്ഭുതമല്ലാതായി തീർന്നതിൽ എനിക്ക് നിരാശ തോന്നി. എങ്കിലും 6 മാസങ്ങൾക്ക് ശേഷം ചികിത്സയൊന്നും കൂടാതെ കറുത്ത മുടികളെല്ലാം വീണ്ടും വന്നപ്പോൾ രോഗിയുടെ നിരാശ നീങ്ങി.
നരച്ച തലമുടി ഡൈ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലെന്നാണ് കഴിഞ്ഞ 20 വർഷങ്ങളായി നടത്തിയിട്ടുള്ള വളരെ വിപുലമായ പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് നര മാറ്റണമെന്നുള്ളവര് കുറച്ച് ധൈര്യമായിട്ട് തന്നെ ഡൈയിങ് തുടർന്നുകൊള്ളൂ. ചിലർക്ക് ഹെയർ ഡൈസ് അലർജി ഉണ്ടാക്കാം. അങ്ങനെയുള്ളവര് സെമി പെർമനന്റ് ഡൈസ് ഉപയോഗിച്ച് നോക്കണം. പെട്ടെന്ന് കളർ പോകുമെങ്കിലും ഇത് പലർക്കും നരയേക്കാൾ സ്വീകാര്യമായിരിക്കാം. കുറച്ചു കാലം മുമ്പ് ഫോക്കാന സമ്മേളനത്തിലെത്തിയ കേരളത്തിലെ ഒരു നേതാവ് എന്നോട് പറയുകയുണ്ടായി, അമേരിക്കയിൽ എവിടെ ചെന്നാലും എല്ലാ മലയാളി സംഗമങ്ങളിലും ചെറുപ്പക്കാരും ചുറുചുറുക്കുള്ളവരുമായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന്. ഞാൻ നേതാവിനോട് പറഞ്ഞില്ല, അമേരിക്കയിലെ ഡൈ ഉണ്ടാക്കുന്ന ഫാക്ടറികളെല്ലാം പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയിലെ എല്ലാ സമ്മേളനങ്ങളും അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും കൊണ്ട് നിറയുമായിരുന്നുവെന്ന്. എന്നാൽ കുറച്ചു പേർക്കെങ്കിലും നര ഡിഗ്നിഫൈഡ് ആണ്. നരയില്ലാത്ത ഒരു ഫിൽ ഡോണഹ്യൂവിനെയോ ആൻഡേഴ്സൺ കൂപ്പറിനെയോ സങ്കല്പിക്കുവാൻ സാധിക്കുമോ? ബിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ തല നരയ്ക്കാൻ തുടങ്ങിയത്. നരയിച്ചു കഴിഞ്ഞപ്പോൾ ക്ലിന്റന്റെ മുഖത്തിന് കുറച്ചുകൂടി ശോഭ വർദ്ധിച്ചു. ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് നര ബാധിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്തിന് ശോഭ വർദ്ധിച്ചുവെന്ന് പറയുവാനാവില്ല. നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അദ്ദേഹത്തിന്റെ പ്രായത്തിന് ചേർന്ന നര നന്നായി ചേരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രായത്തില് നര മാറ്റാൻ അല്പം ചായം പുരട്ടുന്നത് നല്ലതല്ലേ എന്നെനിക്ക് തോന്നാതെ ഇരുന്നിട്ടില്ല. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞിന്റെ തലമുടി ഒന്ന് ഡൈ ചെയ്തു നോക്കണമെന്ന് മറിയാമ്മയോട് പറയണമെന്നും എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ തലമുടി ചീകാൻ സമയം കിട്ടാത്ത ഉമ്മൻചാണ്ടിയോട് തലമുടി ഡൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. ഏതായാലും നരയുള്ളവർക്ക് വേദപുസ്തകം കൂട്ടുണ്ട്. ബൈബിളില് ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, നരച്ച തലമുടി ശോഭയുടെ കിരീടമാകുന്നു, നീതിയുള്ളവര് അത് പ്രാപിക്കുമെന്ന്. ഭൂമിയില് മനുഷ്യന്റെ ശരാശരി ആയുസ് 30 സംവത്സരങ്ങളിൽ താഴെയായിരുന്നപ്പോഴാണ് ശലോമോൻ ഇത് എഴുതിയത്. ഇന്ന് മനുഷ്യന്റെ ശരാശരി ആയുസ് 80-നോടടുക്കുന്നതിനാലും എല്ലാവർക്കും ലഭിക്കുമെന്നതിനാലും ആവാം ശോഭയുടെ കിരീടം സ്വീകരിക്കാൻ പലരും വൈമുഖ്യം കാണിക്കുന്നത്. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.